അസുരൻ്റെ പ്രണയം. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. മോളെ, ഉണ്ണിത്താൻ വേദിയുടെ അടുത്തൊന്ന് വിളിച്ചു. മുറിയിൽ അടഞ്ഞുകൂടിയ വേദിയ ഉണ്ണിത്താൻ വിളിച്ചു കേട്ട് എഴുന്നേറ്റു. എത്ര നാൾ നീ ഇങ്ങനെ വിളിച്ചു കിടക്കും? മോൾക്ക് പഠിക്കണ്ടേ? ഇങ്ങനെ കിടന്നാൽ മതിയോ? നാളെ തൊട്ട് മോൾ കോളേജിൽ പോകണം, ഉണ്ണിത്താൻ പറഞ്ഞു. അച്ഛാ, അത് ഞാൻ പോവാം, കരഞ്ഞുകൊണ്ട് വേദിയ പറഞ്ഞു. അതാ മോളെ നല്ലത്. ഇനി നിനക്ക് ആ കോളേജിൽ പോകാൻ ഭയമാണെങ്കിൽ വേറെ കോളേജ് നോക്കാം, ഉണ്ണിത്താൻ വേദിയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, ഞാൻ പോവാം, വേദിയ പറഞ്ഞു. ഉണ്ണിത്താൻ ചിരിയോടെ പുറത്തുപോയി. ഉണ്ണിത്താൻ പോയതും, ചേച്ചി, അച്ഛൻ വേറെ കോളേജ് നോക്കാമെന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ ഈ കോളേജിൽ തന്നെ പോകണമെന്ന് പറഞ്ഞത്? അച്ഛൻ കുറെ കടങ്ങളൊക്കെ മേടിച്ചാണ് ഈ കോളേജിൽ ചേർത്തത്. എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടത് ഞാൻ കണ്ടുപോളേ. ഇനിയും മറ്റൊരു കോളേജിൽ ചേരാൻ പോയാൽ പിന്നെ നോക്കണം ക്യാഷ്. എവിടെ പോകും എൻ്റെ അച്ഛൻ? അതുകൊണ്ടാണ് മോളെ ഇവിടെ പോകാമെന്ന് പറഞ്ഞത്. നമ്മളൊക്കെ പാവങ്ങളായിപ്പോയല്ലോ, വേദിയ വേദനയോട് പറഞ്ഞു. ദശ ഒന്നും വേണ്ടാതെ വേദിയുടെ മടിയിൽ കിടന്നു. വേദിയ കുറെ ദിവസത്തിന് ശേഷം കോളേജിൽ പോയി. വേദിയ പേടിയോടെ കോളേജ് ഗ്രൗണ്ടിൽ കയറി അങ്ങൊന്ന് നോക്കി. രുദ്രൻ അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആശ്വാസത്തോടെ പോകാൻ പോയതും മുന്നിൽ രുദ്രൻ വന്നു നിന്നതും അവൾ പേടിയോടെ പുറകിലോട്ട് പോയി. നീ എന്നെ കാണിച്ചു കൊടുത്തിട്ട് സുഖമായിട്ട് ജീവിക്കാം എന്ന് കരുതിയോ? ഞാൻ പറഞ്ഞു എന്നെ ചൊറിയാൻ വരില്ലേന്ന്. എന്നിട്ടും നീ എനിക്കെതിരെ മൊഴി കൊടുത്തു. നീ എന്താ വിചാരിച്ചത്? പോലീസിനെ അങ്ങ് അണ്ണാക്കിൽ കയറ്റുമെന്നോ? കലിയോടെ രുദ്രൻ ചോദിച്ചു. പേടിയോടെ വേദിയെ കിതച്ചു. കോളേജ് സ്റ്റുഡൻസ് എല്ലാവരും അവരെ ചുറ്റിയിരുന്നു. വേദിയ പേടിയോടെ അങ്ങ് നോക്കി. നിന്നെ ഇങ്ങനെ അങ്ങ് കത്തിച്ചളഞ്ഞാലും ചോദിക്കാനും പറയാനും ആരും വരില്ല, ആരും, നിന്റെ അപ്പം പോലും, രുദ്രൻ അവരുടെ അടുത്തൊന്ന് മുടിക്കൊത്തിനെ പിടിച്ചോണ്ട് പറഞ്ഞു. രുദ്ര, എന്നെ ഒന്ന് വെറുതെ വിട്. നിങ്ങളൊക്കെ പണമൊക്കെ ഉള്ളവരാ, ഞങ്ങളൊക്കെ പാവങ്ങളാ. ശരിയാ, എന്നെ കത്തിച്ച് കൊന്നാലും കേൾക്കാൻ ആരും വരില്ല, എൻ്റെ അച്ഛൻ പോലും. അത്രയ്ക്ക് പാവങ്ങളാ ഞങ്ങൾ. കടം മേടിച്ച എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിക്കുന്നത്. നടുവടിഞ്ഞ് എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുക. 2 പെൺമക്കളാ, 2നും കോടികൾ കൊടുത്ത് അയക്കാനില്ല. അതുകൊണ്ട് കോടികൾ കൊടുത്തും കിട്ടാത്ത പഠനം തരുക. ഭാവിയിൽ ഉപകാരപ്പെടുമെന്നോർത്ത്. ജീവിക്കാൻ വിട്. നിന്റെ മുന്നിൽ വന്ന് പെട്ടതായി ഞാൻ. ഇനി ഉപദ്രവിക്കല്ലേ, കൈകൂപ്പി വേദിക പറഞ്ഞു. രുദ്രൻ സിഗരറ്റ് എടുത്ത് അവളുടെ മുഖത്ത് തുപ്പി. വേദിക അറപ്പോടെ കണ്ണുകളടച്ചു. പന്നമോളെ, മേലാൽ എന്റെ കൺവട്ടത്തിൽ എങ്ങനെ കണ്ടുപോയാൽ കത്തിച്ചളയും ഞാൻ. പൊയ്ക്കോ. ഈ രുദ്രന്റെ ഔദാര്യം എന്ന് കരുതിക്കോ ഈ ജീവിതം തന്നെ. പൊയ്ക്കോ, രുദ്ര അലറി. വേദിയ പേടിയോടെ അവിടെ നിന്ന് ഓടി. രുദ്രൻ ദേഷ്യത്തിൽ അങ്ങ് നടന്നു. അതിനുശേഷം രുദ്രന്റെ മുന്നിൽ വേദിക പോയില്ല. അവളും തന്റെ പഠനത്തിൽ ശ്രദ്ധിച്ചു. ദശ സ്കൂളിൽ നല്ല മാർക്ക് നേടി. അവൾ ആഗ്രഹിച്ചതുപോലെ LLBക്ക് ചേർന്നു. സീനിയർ പിരിയുന്ന ദിവസമായിരുന്നു. അവർക്ക് വേണ്ടി ഫെയർവെൽ നടത്തുന്നു. രാവിലെ വേദിയ പോകാൻ വേണ്ടി ഒരുങ്ങി. ചേച്ചി പെണ്ണി, ഇന്നെന്താണ് ഇത്ര സ്പെഷ്യൽ? ദശ വേദികയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇന്നല്ലേ ഫെയർവെൽ ഡേ, അതിനു വേണ്ടിയുള്ള ഒരുക്കമാ എൻ്റെ വക്കീൽ പെണ്ണി, ദശയുടെ മൂക്കിൽ പിടിച്ചുകൊണ്ട് വേദിക പറഞ്ഞു. ഹോ, അപ്പോൾ ആസുരം പോവല്ലോ, ശല്യം പോട്ടെ, പുച്ഛത്തോടെ ദശ പറഞ്ഞു. അങ്ങനെ പറയല്ലേ മോളെ, അന്ന് എൻ്റെ നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ച ശേഷം ഇന്നുവരെ എൻ്റെ നേർക്കൊരു ശല്യമായി വന്നില്ല. അതൊരാശ്വാസമാണ്. ഇന്ന് പോവുക, ഇനി ഒരിക്കലും കാണാതിരിക്കട്ടെ. രുദ്രൻ, അവനിൽ ഞാൻ ഒരുപാട് ഭയന്നു. റാണി ടീച്ചർ, അത് കഴിഞ്ഞ് ഞാനായിരിക്കുമോ എന്നൊരു ഭയന്നു. പക്ഷെ ഭയന്നതുപോലെ ഒന്നും നടന്നില്ല. അതൊരാശ്വാസമാണ്. ഇന്ന് പോകണം മോളെ, എല്ലാവരോടൊപ്പം ഒരു യാത്രയയപ്പ്, ചിരിയുടെ വേദിക പറഞ്ഞു. എന്നാ ചേച്ചി പോയി വാ, ഇപ്പോൾ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്, ചിരിയുടെ ഉമ്മയും കൊടുത്തുകൊണ്ട് ദശ ഓടി. വേദിയ കോളേജിൽ പോയി. അവിടെ ആഘോഷങ്ങൾ തുടങ്ങി. വേദിയ സന്തോഷത്തോടെ കോളേജിൽ കയറി. എല്ലാവരും പരസ്പരം ഓട്ടോഗ്രാഫ് മേടിച്ച് കണ്ണീരോടെ പിരിയുന്നു. ഇതൊക്കെ പുച്ഛത്തോടെ ദൂരെ നിന്ന് രുദ്രൻ നോക്കിയിരുന്നു. എടാ, എല്ലാവരും ഓട്ടോഗ്രാഫ് മേടിക്കുന്നു, ഞാനും പോട്ടേടാ പ്ലീസ്, രുദ്രനോട് അഭി ചോദിച്ചു.
നീ പോയാൽ പിന്നെ നിന്റെ കാല് കാണില്ല. രുദ്രൻ അവിയെ നോക്കി പറഞ്ഞു. അതെന്താ അങ്ങനെ? സംശയത്തോടെ അവി ചോദിച്ചു. ആ കാലിനെ ഞാൻ എടുക്കും. യോ വേണ്ട, നീ ചെയ്താലും ചെയ്യും. ഹോ! അഭിലാഷ് നെടുവീർപ്പോടെ തിരിഞ്ഞിരുന്നു. എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞു. എല്ലാവരും പരസ്പരം ആലിംഗനത്തോടെ പിരിഞ്ഞു. വേദിക വീട്ടിൽ പോകാൻ വേണ്ടി ബസ്സിനെ കാത്തിരുന്നു. എന്താ ഇത്, ഇത്ര സമയമായിട്ടും ഒരു ബസ് പോലും വരുന്നില്ലല്ലോ? വേദിയെ വാച്ച് നോക്കിക്കൊണ്ട് അമർഷത്തോടെ പറഞ്ഞു. ആ സമയം ഒരു കാർ അവളുടെ മുന്നിൽ വന്നിരുന്നു. വേദിയെ പേടിയോടെ നോക്കിയതും അതിൽ നിന്ന് മുഖംമൂടി അണിഞ്ഞ ഒരാൾ അവളെ പിടിച്ച് കാറിലാക്കി അതിവേഗത്തിൽ ആ കാർ പോയി. ആ കാർ അടർന്ന കാടിന്റെ നടുക്കിൽ കൊണ്ടിർത്തി. കാറിൽ നിന്ന് വേദികയെ പിടിച്ചിറക്കി. ആ മുഖംമൂടി അണിഞ്ഞ ആളിന്റെ മാറിൽ ശിവരൂപം തെളിഞ്ഞു. രുദ്ര, വേദിയ പേടിയോടെ മന്ത്രിച്ചു. അയാൾ ആർത്തലറിച്ചിരിച്ചു. വേദിയെ പിടിച്ച് നിലത്തള്ളിയിട്ട് അവൻ അവളുടെ സാരിനെ ഊരി മാറ്റി. അവൾക്ക് എതിർക്കാനായില്ല. ആ മുഖംമൂടി അണിഞ്ഞവൻ അവളിൽ ആക്രോശത്തോടെ പടർന്നു കയറി. വേദിയെ കണ്ണുകളടച്ചു. അവൾ മയങ്ങി വീണു. അവളിൽ ഒരു ചലനമില്ലാത്തതുകൊണ്ട് അവൻ എഴുന്നേറ്റ് കാറിൽ നിന്ന് പെട്രോൾ എടുത്ത് അവളുടെ ദേഹത്ത് ഒഴിച്ചു. അവൻ തീ കത്തിച്ച് അവളിൽ എറിഞ്ഞു. വേദിക ആളിക്കത്തുന്നു. വേദന കൊണ്ട് വേദിക അലറി. വേദികയുടെ ശബ്ദം വലിയ നേർത്തു വന്നു. അവളുടെ കണ്ണിൽ അവളുടെ അച്ഛനും അമ്മയും അനിയത്തിയും തെളിഞ്ഞു. അതേസമയം ഏറെ നേരമായിട്ടും വേദിക വരാത്തത് കാണുന്ന ഉണ്ണിത്താൻ പേടിയോടെ കോളേജിൽ പോകുന്നു. അവൾ നേരത്തെ പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ വേദനയോടെ ഉണ്ണിത്താൻ വീട്ടിലോട്ട് പോയി. വീടിന്റെ മുറ്റത്തിൽ ആളുകളും പോലീസും കൂടി നിൽക്കുന്നതുകൊണ്ട് അമ്പരപ്പോടെ ഉണ്ണിത്താൻ അകത്ത് കയറി. വാഴയിലയിൽ വെള്ളം പുതച്ച ഒരു ശരീരം. അതിന്റെ അടുത്തിരുന്ന് പൊട്ടിക്കരയുന്ന ദശയും അമ്മയും. എന്താ എന്താ എന്റെ മോൾക്ക് എന്താ സംഭവിച്ചത്? ഉണ്ണിത്താൻ വേവലാതിയോടെ അടുത്തിരുന്നു. അച്ഛാ, ദശ അലറി വിളിച്ചുകൊണ്ട് ഉണ്ണിത്താനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഏട്ടാ, നമ്മുടെ മോള്, രേണുക പറഞ്ഞുകൊണ്ട് ഓടി വന്നു. എന്താ എന്റെ മോളെ? ഉണ്ണിത്താൻ വാക്കുകൾ വരാതെയായി. വേദിയുടെ അവസ്ഥ കണ്ട് ഉണ്ണിത്താൻ നെഞ്ചിൽ പിടിച്ച് നിലത്തിരുന്നു. ഉണ്ണിത്താൻ കരയാൻ മറന്ന് ആ നിലത്തിരുന്നു. വേദിയുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. ഉണ്ണിത്താൻ കിടപ്പിലായി. ദശ വേദിയുടെ ഫോട്ടോ എടുത്ത് തലോടി. എന്റെ ചേച്ചിയെ കൊന്നവനെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും. ഊരിപ്പോരാത്തതും ഞാൻ കൊണ്ടുവരും. എന്റെ ചേച്ചി സുന്ദരിയായിട്ടല്ലേ പോയത്? ആ അസുരൻ എന്റെ ചേച്ചിയെ പിച്ചി ചിന്തി കത്തിച്ചളഞ്ഞല്ലോ. എന്റെ ചേച്ചി. ദശ വേദിയുടെ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞു. വിടില്ല ഞാൻ. പുറത്തിറങ്ങാത്ത വിധം ഞാൻ അവനെ പൂട്ടും. എന്റെ അച്ഛനെ തളർത്തി ഞങ്ങളെ ഈ അവസ്ഥയിലെത്തിച്ച അയാൾ എനിക്ക് കാണണം. ദശ യാഥാർത്ഥ്യത്തിലോട്ട് വന്നു. ഞെട്ടലോടെ അഭിലാഷിരുന്നു. ദശ പൊട്ടിക്കരഞ്ഞു. പഠിച്ചു തീർന്ന് ആദ്യം എടുത്ത കേസ് എന്റെ ചേച്ചിയുടെ കേസായിരുന്നു. എങ്ങനെയും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്കിറങ്ങി. എതിരാളി രുദ്രദേവായതുകൊണ്ട് നാടകം അതിഗംഭീരമാക്കണം. ഇച്ചിരി പാളിപ്പോയാൽ മരണം ഉറപ്പാണെന്ന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നാടകം അരങ്ങേറ്റി. അച്ഛനും അമ്മയും എൻ്റെ ചേച്ചിപ്പെണ്ണിന് വേണ്ടി നിന്ന് തന്നു. ഇവിടെ ജോലിക്കാരായി വന്നതുപോലും നാടകമായിരുന്നു. ദശ പറഞ്ഞു തരുന്നവനെ രുദ്രൻ ചിരിയോടെ ചാടി എഴുന്നിട്ട് ദശയുടെ അടുത്ത് വന്നു. പന്ന മോളെ, നീ എന്താ വിചാരിച്ചത്? ഞാൻ ഉണ്ണാക്കനാണെന്നോ? നീ വേദിയുടെ അനിയത്തിയാണെന്ന് എനിക്ക് എപ്പോഴേ അറിയാം. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത താൻ ഒരു കാര്യം നീ അങ്ങ് മറന്നു. ഭിത്തിയിൽ മാലയിട്ട് വെച്ച നിന്റെ ചേച്ചിയുടെ ഫോട്ടോ എടുത്ത് മാറ്റാൻ. പിന്നെ ഞാൻ ഒന്നും മിണ്ടാത്തത് നീ എന്തിനാ വന്നത് എന്നറിയാൻ വേണ്ടി മാത്രം. അത് നിന്റെ വായിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്തു. എന്നിട്ട് നീ ഒരു കൂസലില്ലാതെ നിന്നു. രുദ്രൻ പറഞ്ഞുകൊണ്ട് ദശയുടെ അരക്കെട്ടിലൂടെ ചേർത്ത് പിടിച്ച് അവന്റെ മാറോട് ചേർത്തു. പക്ഷെ പെണ്ണി, നിന്നെ പ്രണയിച്ചത് കാമം തീർക്കാൻ വേണ്ടിയല്ലായിരുന്നു. എൻ്റെ ആത്മാവിൽ നിന്നാണ് ഞാൻ നിന്നെ പ്രണയിച്ചത്. അതുകൊണ്ട് തന്നെ നീ എൻ്റെ മുന്നിൽ തകർത്ത് അഭിനയിക്കുമ്പോഴും ഉള്ളിൽ നോവോടെ നിന്നെ ഞാൻ പ്രണയിച്ചു പോയി. ഞാനല്ലടി പെണ്ണി നിന്റെ ചേച്ചിയെ കൊന്നത്, ഞാനല്ല. രുദ്രൻ ആർദ്രമായി പറഞ്ഞു. നിങ്ങളല്ല എൻ്റെ ചേച്ചിയെ കൊന്നതെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രണയം അഭിനയിച്ചതല്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എൻ്റെ അസുരനെ പ്രണയിക്കുമായിരുന്നു. ഇപ്പോഴും പ്രണയിക്കുന്നു.
ഒരുപക്ഷെ ഈ സത്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നെഞ്ചോട്ടി ചത്തുപോകും. എൻ്റെ ഏട്ടനല്ല എൻ്റെ ചേച്ചിയെയും റാണി ടീച്ചറെയും കൊന്നത്. മനഃപൂർവ്വം എൻ്റെ ഏട്ടൻ്റെ തലയിൽ വെച്ചതാ. ദശ കരഞ്ഞോണ്ട് പറഞ്ഞു. വാട്ട്? ഞെട്ടലോടെ രുദ്രൻ അവളെ അടർത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു. അതെ, ഏട്ടനല്ല അതിന് കാരണം. എല്ലാ തെളിവോടെയാണ് ഞാൻ ഏട്ടൻ്റെ മുന്നിൽ ഞാൻ ആരാന്ന് വെളിപ്പെടുത്തിയത്, ദശ പറഞ്ഞു. ഞെട്ടലോടെ അഭിലാഷ് എഴുന്നേറ്റു. പിന്നെ ആരാ? പറയേ. എൻ്റെ പുറകെ ഞാൻ അറിയാത്ത എൻ്റെ ശത്രു ആരാ? പറയേ. രുദ്രൻ ദേഷ്യം കൊണ്ടല്ലറി. ഏട്ടൻ അറിയാത്ത ആളല്ല, മുന്നിൽ ചിരിച്ചും പിന്നിൽ നിന്ന് കുത്തുന്ന വ്യക്തിയാണ്, ദശ പറഞ്ഞു. ആരാ? പറയേ. രുദ്രന്റെ കണ്ണുകൾ ചുവന്നു, ഞരമ്പുകൾ വലിഞ്ഞുറങ്ങി. ഈശ്വരി അമ്മ, ദശ ഉച്ചത്തിൽ പറഞ്ഞു. നോ, രുദ്ര അലറി. അവന്റെ അലർച്ച മലമുകളിൽ മുഴങ്ങി. തുടരും.